ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കൊറിയർ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കൊറിയർ ബോക്സിനകത്ത് എന്താണെന്ന് പലരും ചോദിച്ചിരുന്നു. സോ ഞാനപ്പോൾ വിചാരിച്ചതാണ് നമുക്കിതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ആക്ച്വലി ഈ കൊറിയർ വന്നിരിക്കുന്നത് പ്രൈം പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ്. പ്രൈം പിക്സ് ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്, തമിഴ്നാടു. സോ അവിടെ നിന്നാണ് ഈ സാധനം അയച്ചിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വളരെ കാര്യമായിട്ട് പ്രൈം പിക്സുകാർ നമുക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്. സോ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നണത് മുംബൈ എക്സ്പോയിൽ, ഈ കഴിഞ്ഞ മുംബൈ ബിഗ് സിനിമ എക്സ്പോയിൽ അവരൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാവാനാണ് സാധ്യത. ഇത് കേരള മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സോ ഹോപ്പ്ഫുള്ളി അതാവാനാണ് സാധ്യത. അതാണെന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ സംഭവമാണ്. കേരളത്തിലെ തിയേറ്ററുകളുടെ തലവര മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് എന്തായാലും. സോ നമുക്ക് എന്താണെന്ന് പൊട്ടിച്ചതിന് ശേഷം നോക്കാം. അപ്പോൾ സംഭവം തുറക്കാൻ പോവാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാമറ വുമൻ്റെ പേര് പറയാൻ മറന്നുപോയി. എനിക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നത് എൻ്റെ സ്വന്തം പൊണ്ടാട്ടിയായിട്ടുള്ള നിമിത നിതിനാണ്. ആഹാ, കലക്കൻ. ഇത് ഞാൻ വിചാരിച്ച സാധനം തന്നെയാണ്. പ്രൈം പിക്സിൻ്റെ പിക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ ഓട്ടോമേഷൻ ഡിമ്മർ കൺട്രോളറാണ്. ഇത് ഓൾറെഡി ഞാൻ അവരുടെ എക്സ്പോയിൽ കണ്ടതാണ്. സംഭവം കിടലിനാണ് കേട്ടോ. സിനിമാ തിയേറ്ററിലെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ആ ഡിവൈസാണ്. നമുക്കിതിൻ്റെ കൂടുതൽ എന്താ ഫീച്ചേഴ്സ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. സംഭവത്തിൻ്റെ പേര് പിക്സ് പ്ലസ് എന്നാണ്. പിക്സ് പ്ലസ് എന്ന് അവരുടെ ഓട്ടോമേഷൻ പ്രൊഡക്റ്റിൻ്റെ പേരാണ്. PPR 3007 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ആക്ച്വലി ഇത് കൂടാതെ വേറെ 2 മോഡലുണ്ട്. സോ ഈ 7 എന്ന് പറയുന്ന മോഡലാണ് ഫുൾ ഓപ്ഷൻ ഉള്ളത്. ഇതിന് മുമ്പത്തെ 2 മോഡലുകളിൽ ഒരെണ്ണത്തിൽ ലൈറ്റ് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണത്തിൽ ലൈറ്റ് ഓട്ടോമേഷൻ പ്ലസ് സ്റ്റെപ്പ് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമുക്ക് ലൈറ്റ് ഓട്ടോമേഷൻ, അതുപോലെ ആംപ്ലിഫയറുകൾ, സ്റ്റെപ്പ് ലൈറ്റ്, പ്രൊജക്ടർ, അതേമാതിരി സിനിമ സെർവർ, ഓഡിയോ പ്രൊസസ്സർ എന്ന് വേണ്ട സിനിമാ തിയേറ്ററിലെ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾറെഡി നമുക്ക് S1 തൊട്ട് S2 വരെയുള്ള 8 ചാനൽ ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് നമുക്ക് ഡിമ്മ് അതിൻ്റെ ലൈറ്റിൻ്റെ പവർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡിം പ്ലസും മൈനസും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതർനെറ്റ് കണക്ടിവിറ്റി. അതായത് ഇത് IP ബേസിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മൾ ഇതിൻ്റെ IP അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് UI വഴി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇത് ഉള്ളതിൽ നരിയാണ്. അത് ഈ പിക്സ് പ്ലസിൻ്റെ ഡിവൈസുകൾ 3 ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. സോ ഇത് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. സോ നമുക്ക് 12 വാട്ടിൻ്റെ ഡിം 1 ഡിം 2 അതുപോലെ S1 ഓക്കെ. ഇതിൻ്റെ കണക്ടിവിറ്റി സംഭവങ്ങളെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു പവർ അഡാപ്റ്ററും പ്ലസ് ഈ ഡിവൈസും മാത്രമേ ഉള്ളൂ. സോ ഈ സാധനം കൊണ്ടുവന്ന് സിനിമാ തിയേറ്ററിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ തിയേറ്ററിൻ്റെ കംപ്ലീറ്റ് സാധനം ഫുൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. സോ നമുക്കൊരു ഫിലിം ഓപ്പറേറ്ററുടെ ആവശ്യം ഇല്ല. സോ ചേട്ടന്മാരുടെയൊക്കെ പണി ആരൊക്കെ വന്നല്ലൊന്ന് കണ്ടറിയാം. അപ്പോൾ ഈ ഡിവൈസിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും. സോ ഈ പ്രോഡക്റ്റ് വാങ്ങാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനും നിങ്ങൾക്ക് എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സോ പ്രോഡക്റ്റ് ഞാൻ നാളെ മുതൽ ഡെമോൺസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആർക്കാണ് ഡെമോൺസ്ട്രേഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. അപ്പോൾ സംഭവം കിടലിനാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.